ഓഗസ്റ്റ് 16 ആ ദിവസം. അതെ, പറഞ്ഞു വരുന്നത് കേരളത്തെ നടുക്കിയ പ്രളയത്തിന്റെ ദിവസത്തെ കുറിച്ചാണ്. പിന്നീട് ഇവൻ ഒരു 9-10 മണി കഴിയുമ്പോഴാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചില്ല. ആ സമയമാകുമ്പോഴത്തേക്ക് അവൻ വിളിച്ചു. അവൻ പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്, തെക്കേമലയുള്ള പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്. അവന്റെ വീടിന്റെ 1ാമത്തെ നില വരെ വെള്ളം കയറി. എന്നിട്ട് അവരെ റെസ്ക്യൂ ചെയ്തിട്ട് വന്നതാണ്. പറഞ്ഞു വന്നത് ഒരു അസാധാരണമായ ദിവസത്തെ കുറിച്ചാണ്. ഏതായാലും എൻ്റെ വീട്ടിലൊന്നും വെള്ളം കയറാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ കുറച്ച് പൊക്കത്ത് താമസിക്കുന്ന ആറന്മുളക്കാരുടെ 2ാമത്തെ നില വരെ വെള്ളം കയറി. 2ാമത്തെ നില വരെ വെള്ളം കയറിയപ്പോഴും അത് 2ാമത്തെ നിലയിലേക്ക് എത്താൻ 8 മണി 9 മണി സമയം വേണ്ടി വന്നു. അത്രയും മണിക്കൂറുകളോളം വെള്ളം കയറാതെ നിന്നു. അതിന് കാരണം തൊട്ടുപുറകിലുള്ള പുഞ്ചപ്പാടത്തില് വെള്ളം നിറയുന്നത് കൊണ്ടായിരുന്നു. ആ പാടത്തിന് പകരം ഒരു കോൺക്രീറ്റ് നിർമ്മിതി ആയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? എന്താകുമായിരുന്നു ഇങ്ങനത്തെ സാധാരണക്കാരുടെ ജീവിതം? ഇങ്ങനത്തെ പുഞ്ചപ്പാടങ്ങളില്ലായിരുന്നുവെങ്കിൽ? ആറന്മുള ക്ഷേത്രത്തിന്റെ ഏകദേശം എല്ലാ പടികളും മുങ്ങി. മണ്ണിട്ട് കിളത്തി നിർമ്മിച്ച ആ ക്ഷേത്രത്തിന്റെ അകത്ത് വെള്ളം കയറിയിരുന്നെങ്കിൽ ആ ക്ഷേത്രമോട് ഒലിച്ചു പോയേനെ. ഒറ്റ നില വീടുകളുള്ള ഒട്ടേറെ വീടുകൾ അങ്ങനെ തന്നെ ഒലിച്ചു പോയേനെ. വെള്ളം ക്രമാതീതമായി ഉയർന്നു കഴിയുമ്പോൾ വിചാരിക്കുന്നതിനപ്പുറം നാശനഷ്ടം ഉണ്ടായേനെ. ഇതൊക്കെ എന്തുകൊണ്ട് ഇപ്പൊ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ന്യൂസ് കൊണ്ടാണ്. ബാക്കി പിന്നെ സമയം പോലെ പറയാം.